പഠിച്ചു കഴിഞ്ഞോ? ഇനി നമുക്ക് കിടക്കാം. അമ്മ മക്കൾക്കൊരു സാധനം തരാട്ടോ. ഇത് കുടിച്ചോ. ഇത് കുടിച്ച് വിശപ്പൊക്കെ മാറും. കുടിച്ചു. അമ്മ മക്കൾക്കൊരു കഥ പറഞ്ഞു തരാം കേട്ടോ. ആ കഥ കേട്ടാ മക്കളുടെ വിശപ്പൊക്കെ മാറും. ഒരു രാജ്യത്ത് ഒരു രാജാവും റാണിയും സുന്ദരിമാരായ 2 രാജകുമാരിമാരുണ്ടായിരുന്നു. അവരും പ്രജകളും എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ രാജ്യത്തെ ശത്രുരാജ്യം ആക്രമിച്ചു. അവർ ആ രാജാവിനെ വധിച്ചു. എന്നിട്ട് ആ റാണിയും രാജകുമാരിമാരും അവിടെ നിന്നോടി രക്ഷപ്പെട്ടു. അവർക്ക് ആരോരും ഇല്ലാതായി. അവർ ഒളിവിൽ താമസിച്ചു. അപ്പോഴും ശത്രുക്കൾ അവരെ തിരയുന്നുണ്ടായിരുന്നു. ആരാ? മോളെന്നെ വിളിച്ചിരുന്നില്ലേ? ഞാനിതൊക്കെ നോക്കി നടത്തുന്ന ആളാ, ശ്രീജ. ഞാനേ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വരാൻ വൈകിയപ്പോ ഞാൻ കരുതി നാളെ രാവിലെ എത്തുള്ളൂ. മോള് മാത്രമേ വന്നുള്ളൂ? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ അനിയത്തി അടുത്ത മാസം വരത്തുള്ളൂ. അപ്പൊ അച്ഛൻ മരിച്ചുപോയി. ഓ സോറി മോളെ, ഞാൻ അറിയാണ്ട് ചോദിച്ചതാ. ചേച്ചി, നമുക്ക് കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിക്കണം. പിന്നെ ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അത്യാവശ്യം വേണ്ട പായും തലവണ്ണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതേ മോളെ, മോളിന്ന് രാത്രി ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട. മോളെൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോരെ. അതെന്താ ചേച്ചി, ഇവിടെ വല്ല പ്രേതമുണ്ടോ? അതെങ്ങനെ മോൾക്കറിയാം? മോൾക്കറിയോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് തലയ്ക്ക് സുഖമില്ലാത്ത ഒരു അമ്മയും 2 പെൺകുഞ്ഞുങ്ങളും ഇവിടെ താമസിച്ചിരുന്നു. അവർക്ക് എല്ലാവരെയും പേടിയായിരുന്നു. ഒരു ദിവസം അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവരുടെ പ്രേതം ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞില്ലേ? എൻ്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചെന്ന് ചേച്ചിക്കറിയോ? ഒരു ദിവസം കുറേ പേർ ചേർന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കീറുമായിരുന്നു അച്ഛനെ. അപ്പൊ ഞങ്ങൾക്ക് വെറും 8ഉം 10ഉം വയസ്സാ. മുഖത്ത് തെറിച്ച് ചോര തുടച്ചു മാറ്റുമ്പോൾ അച്ഛൻ്റെ അലർച്ചയും അമ്മയുടെയും കുഞ്ഞാറ്റയുടെയും നിലവിളിയും ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. സമനില തെറ്റി അമ്മയും കൊണ്ട് നാട് വിടുമ്പോൾ ഒറ്റ ചിന്ത മനസ്സിലുണ്ടായുള്ളൂ. ആ എന്നെയാ ചേച്ചി പ്രായത്തിന്റെ കഥ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത്? അനിയത്തിയും മോളെ പോലെ സുന്ദരിയാണല്ലോ. ഈ ഫോട്ടോ ചേച്ചി പ്രയത്തിന്റെ കഥ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുന്നില്ലേ? ഇനി അത് വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ചേച്ചി, ഞാൻ നഴ്സിംഗ് ചെയ്താ പോരെ? മെഡിസിൻ എടുത്താ ചേച്ചിക്കൊരു ബർഡൻ ആവൂലേ? മോളെ, ശരിക്കും മനസ്സാണ് നമ്മുടെ ശക്തി. അത് തോൽക്കുന്നിടത്ത് നമ്മൾ ജീവിതത്തിനും തോറ്റുവന്ന. നമ്മൾ അമ്പലത്തിൽ പോകുമ്പം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാന്ന് മോൾക്കറിയോ? ഇല്ല. ശരിക്കും ശക്തി നമ്മുടെ മനസ്സിലാണ്. അവിടെ ഉള്ളത് നമ്മുടെ ശക്തി ഉണർത്തുന്ന വെറും ഒരു രൂപം മാത്രം. നമ്മൾ എന്താഗ്രഹിച്ചാലും നടത്തി തരുന്ന ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് മോള് മറ്റൊന്നും ആലോചിക്കണ്ട. ചേച്ചിക്ക് ബേർഡൻ ആകുമ്പോൾ ചേച്ചി പറയാം, ദേ അമ്മ